പഠിക്കുവാണോ? ആ പഠിക്കൂ ചെറിയമ്മേ. നാളെ പരീക്ഷ തുടങ്ങുവാ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. അച്ഛനും അമ്മയും മരിച്ചു പോയിട്ടും ചെറിയമ്മയുടെ ചെറിയച്ഛന്റെ വീട്ടിൽ വന്നിരുന്നിട്ട് മോള് ഫസ്റ്റ് റാങ്ക് അടിച്ചെന്ന് ഈ ചെറിയമ്മയ്ക്ക് എല്ലാരോടും പറയണം കേട്ടോ. എനിക്കാണെങ്കിൽ തീരെ വയ്യ മോളെ. അയ്യോ എന്തോ പറ്റി? രണ്ടാമക്കളുണ്ടായിട്ട് എന്താ പ്രയോജനം? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവരെ കൊണ്ട്. ചെറിയമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യ. അവിടെ ആണെങ്കിൽ കുറച്ച് തുണി കഴുകാൻ കിടപ്പുണ്ട്. അത് മോളൊന്ന് കഴുകിയിട്ടേക്കണേ. കുറച്ച് തുണിയേ ഉള്ളൂ, ഒരു 10 തുണി എങ്ങാണ്ട്. മക്കളുടെ 2 തുണിയും ഇവിടുത്തെ അച്ഛന്റെ ഒരു തുണിയും പിന്നെ എന്റെ 2 മൂന്നും പിന്നെ മോടെ ഒരു തുണിയും അതങ്ങ് കഴുകിയിട്ടേക്ക് മോള്. അല്ല ചെറിയമ്മേ, എനിക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഓ IAS പരീക്ഷയൊന്നും അല്ലല്ലോ, ഡിഗ്രിക്കുള്ള പരീക്ഷയില്ലേ, അതൊക്കെ അങ്ങ് നടന്നോളും. ഞാൻ അലക്കി തരാൻ ചെറിയമ്മേ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്നാ മതിയോ? ഇപ്പൊ തന്നെ 5:30 കഴിയാറായിട്ടുണ്ട്. 6 മണി കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരൊക്കെ കിടന്ന് അലയ്ക്കാൻ തുടങ്ങും. അതാ. എന്നാ ചെറിയമ്മ അങ്ങോട്ടൊന്ന് പോയി കിടക്കട്ടെ. അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് തുല്യം ആര് വന്നു കഴിഞ്ഞാലും അവർക്ക് തുല്യം ആവത്തില്ല. അവര് മരിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ നഷ്ടമാണ്.